ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് കഥയോ രാഷ്ട്രീയമോ മാത്രമല്ല. ലോക ഭൂപടത്തിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൻ്റെ പേര് തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ്. എൻ്റെ പേര് ദിലു ദിനേശ്. വെൽക്കം ടു ദിലുവേഴ്സ്. വർഷം 1957. കേരളം പിറവി കൊണ്ടിട്ട് മാസങ്ങൾ മാത്രം. അന്ന് കേരളത്തിലെ മുക്കിലും മൂലയിലും ഒരേ ഒരു ചർച്ച മാത്രം. ആരാകും നമ്മുടെ ആദ്യ മുഖ്യമന്ത്രി? ഈ പുതിയ സംസ്ഥാനത്തിൻ്റെ ഭാവി ഇനി ആര് തീരുമാനിക്കും? പക്ഷേ ആ റിസൾട്ട് വന്നപ്പോൾ കേരളം മാത്രമല്ല, ലോകമൊട്ടാകെ ഒരേപോലെ അമ്പരന്ന് പോയി. കാരണം ലോക ചരിത്രത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബാലറ്റ് പെട്ടിയിലൂടെ, അഥവാ ജനങ്ങളുടെ വോട്ടിലൂടെ അധികാരത്തിൽ വരികയായിരുന്നു. കേരളം ചരിത്രം കുറിച്ച ആ കഥയിലേക്ക് നമുക്ക് പോകാം. ഈ ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് 1956 നവംബർ 1 തിരിഞ്ഞു നോക്കണം. ഐക്യ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസം. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഇന്നത്തെ കേരളം രൂപപ്പെട്ടു. പക്ഷേ ഒരു സംസ്ഥാനം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, അത് ഭരിക്കാനൊരു സർക്കാർ വേണം. ജനാധിപത്യ രീതിയിൽ ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാൻ രാജ്യം തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾ ആവേശത്തിലായിരുന്നു. കാരണം ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, തങ്ങളുടെ വരും തലമുറയുടെ ഭാവി നിശ്ചയിക്കുന്ന ആദ്യ ചുവടുവെപ്പാണെന്ന് ഓരോ മലയാളികളും തിരിച്ചറിഞ്ഞിരുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണുകളോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത കാലം. റേഡിയോ പോലും അപൂർവം. പക്ഷേ രാഷ്ട്രീയ ബോധത്തിൽ അന്നും മലയാളി ഒന്നാമനായിരുന്നു. വയലിൽ പണിയെടുക്കുന്ന കർഷകരും വീട്ടമ്മമാരും സാധാരണ തൊഴിലാളികളും ഒരേപോലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചു. നമ്മുടെ വോട്ട്, നമ്മുടെ വിധി, അതായിരുന്നു അന്നത്തെ വികാരം. അങ്ങനെ വോട്ടെടുപ്പ് ദിവസമെത്തി. ആദ്യമായി ഓരോ മലയാളിയും ആ ബാലറ്റ് പെട്ടിക്ക് മുന്നിൽ ഒരേ ചോദ്യവുമായി നിന്നു: ഇനി കേരളം ആരുടെ കൈകളിൽ? വോട്ടിംഗ് ഫലം വന്നപ്പോൾ കേരളത്തിൽ ഭൂകമ്പമുണ്ടായ പ്രതീതിയായിരുന്നു. വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. അക്കാലത്തെ ഏറ്റവും വലിയ ജനകീയ നേതാക്കളിലൊന്നായ EMS നമ്പൂതിരിപ്പാടാണ് അന്ന് ആ പാർട്ടിയെ നയിച്ചത്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി EMS സത്യപ്രതിജ്ഞ ചെയ്തു. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. കേരളത്തിൽ വിജയിച്ചു എന്നതിലുപരി ലോക ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായി മാറി. അതുവരെ ലോകത്തിന് കമ്മ്യൂണിസം എന്നാൽ വിപ്ലവവും യുദ്ധവും തോക്കുകളുമായിരുന്നു. എന്നാൽ ജനങ്ങളുടെ വിരലിലെ മഷിയിലൂടെ, ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസം കേരളത്തിൽ അധികാരത്തിൽ വരികയായിരുന്നു. ലോകരാജ്യങ്ങളുടെ ഒന്നാകെ ശ്രദ്ധ കേരളത്തിലേക്കെത്തി. അന്താരാഷ്ട്ര പത്രങ്ങൾ പോലും തലക്കെട്ടുകളിൽ ഇങ്ങനെ എഴുതി: ദക്ഷിണേന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തെ ചുവപ്പിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നാവുന്ന ഒരു ചോദ്യമാണ്: എന്തുകൊണ്ടാണ് ജനങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരഞ്ഞെടുത്തത്? അത് മനസ്സിലാക്കാൻ അന്നത്തെ സാമൂഹിക സാഹചര്യം അറിയണം. അന്ന് കടുത്ത അസമത്വമായിരുന്നു കേരളത്തിൽ. ഒരു വശത്ത് ഭൂമി ഒന്നാകെ കയ്യിൽ വച്ചിരിക്കുന്ന ജന്മിമാർ, മറുവശത്ത് കൂര കെട്ടാൻ പോലും സ്വന്തമായി ഭൂമിയില്ലാത്ത പാവപ്പെട്ട കർഷകർ. അയിത്തവും വിവേചനവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. ആ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്: കർഷകന് ഭൂമി, എല്ലാവർക്കും വിദ്യാഭ്യാസം, അസമത്വം അവസാനിപ്പിക്കും. തങ്ങളുടെ ശബ്ദമായി അവർ വരുന്നു എന്ന തോന്നൽ സാധാരണക്കാരനെ ചുവപ്പ് കൊടി കീഴിൽ അണിനിർത്തി. ഇതൊരു രാഷ്ട്രീയ മാറ്റം മാത്രമായിരുന്നില്ല, ഒരു സാമൂഹിക വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. അധികാരത്തിൽ വന്ന ഉടൻ തന്നെ EMS സർക്കാർ 2 പ്രധാന കാര്യങ്ങളിലാണ് കൈവച്ചത്. പ്രധാനമായും വിദ്യാഭ്യാസ പരിഷ്കരണം. സാധാരണക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ അവർ ശ്രമിച്ചു. പിന്നീട് ഭൂപരിഷ്കരണം. പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർക്കും പാവപ്പെട്ടവർക്കും ഭൂമിയിൽ അവകാശം നൽകാനുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. പാവപ്പെട്ടവർ ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയായി തോന്നി. തങ്ങളുടെ അധികാരവും സ്വത്തും നഷ്ടപ്പെടുമെന്ന് ഭയന്ന അവർ ഈ പരിഷ്കാരങ്ങളെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. സർക്കാരിനെതിരെയുള്ള എതിർപ്പ് പതുക്കെ ഒരു വൻ കൊടുങ്കാറ്റായി മാറി. മതമേലധ്യക്ഷന്മാരും ജന്മികളും പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് സർക്കാരിനെതിരെ തെരുവിലിറങ്ങി.
കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു. അതാണ് വിമോചന സമരം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. കേരളം അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു. സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ നിമിഷങ്ങളായിരുന്നു അത്. ക്രമസമാധാനം തകർന്നതോടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടു. 1959 ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് EMS സർക്കാരിനെ കേന്ദ്രം പിരിച്ചുവിട്ടു. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. വെറും 2 വർഷം മാത്രമേ ആദ്യ സർക്കാരിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. സുഹൃത്തുക്കളെ, 1957 ആ തിരഞ്ഞെടുപ്പ് കേരളത്തെ ഇന്ന് നാം കാണുന്ന പ്രബുദ്ധ കേരളമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൂമിയിലുള്ള അവകാശം, ഇങ്ങനെ കേരളം ഇന്ന് അഭിമാനിക്കുന്ന പല നേട്ടങ്ങളുടെയും വിത്ത് ഭാഗ്യതെന്നാണ്. ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളത്തിന് ഒരു സവിശേഷ സ്ഥാനം തന്നെ നേടിക്കൊടുത്ത ആ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പാഠം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ജനങ്ങളാണ് യഥാർത്ഥ ശക്തി. അവർ തീരുമാനിച്ചാൽ ചരിത്രം വഴിമാറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.